ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി ഏകം സത് പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്ക് റീഡിംഗ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. സ്വർഗീയ സ്നേഹാന്വേഷണങ്ങളും എല്ലാം ദൈവകൃപയിൽ നിറയുന്നതിനും വേണ്ടി ദൈവാനുഭവത്തിലുമായി തന്നെ എപ്പോഴും എന്നേക്കും മഹാസത്യദൈവത്തിന്, എന്നേക്കുമുള്ള ഏക സത്യദൈവത്തിന് മാത്രം സ്തുതികളും ആരാധനകളും മഹത്വവും അർപ്പിക്കാം. ഇന്നലെ വരെ വായിച്ച് പൂർത്തിയാക്കിയത് 5 അധ്യായങ്ങളാണ്. ഇനി 6-ാം അധ്യായം ആത്മാവും വ്യക്തിയും എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ്. അത് വായിക്കുമ്പോൾ ആത്മാവിന് നാശമില്ല, ആത്മാവ് ഒന്നേ ഉള്ളൂ, ദൈവമാണ്. ദൈവം ആത്മാവാകുന്നു, ഗോഡ് ഈസ് സ്പിരിറ്റ്. അതേ ആത്മാവ് നമ്മളിൽ തന്നെ പ്രതിപാദനം ചെയ്ത് മനുഷ്യനെ ദൈവരൂപം നൽകി ഉത്കർഷ സൃഷ്ടിയാക്കി. അപ്പോൾ മനുഷ്യനിലുള്ള ആത്മാവും ദൈവത്തിൻ്റെ പ്രകാശമാണ്. ദൈവം പ്രകാശമാണ്, അതേ പ്രകാശമാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത്. അപ്പോൾ മനുഷ്യനും ആത്മാവാണ്. ഒരു ആത്മതത്വം അനുസരിച്ച് മനുഷ്യനും ആത്മാവ് ആയി തീരേണ്ടവരാണ്. അതിനെപ്പറ്റി ചിന്തിച്ച് പഠിച്ചും ഒക്കെ വന്നപ്പോൾ പല കാലങ്ങളിലായി ചില അപാകതകൾ വന്നിട്ടുണ്ട്. ചിന്തകളിലും വ്യാഖ്യാനങ്ങളിലും പഠനങ്ങളിലുമൊക്കെ മനുഷ്യൻ്റെ ആത്മാവ് നശിക്കും, മനുഷ്യൻ നശിക്കും എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ ആത്മാവാണ്, മനുഷ്യ ജഡൻ ദേഹി ആത്മാവാണെന്നുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളൊക്കെ വന്നുപോയി. അതൊരിക്കലും ശരിയല്ല. നമ്മുടെ ദേഹവും ദേഹിയും കൂടിയ വ്യക്തിയിൽ ദൈവം മനുഷ്യന് മാത്രം അവനിൽ നിക്ഷേപിച്ചതാണ്. സ്നേഹത്തിൻ്റെ വലിയ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഏറ്റവും അടയാളമാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മപ്രകാശം. ആ പ്രകാശത്തിൽ നമ്മൾ പ്രകാശിക്കേണ്ടവരാണ്. അതുകൊണ്ട് ദേഹവും ദേഹിയും തമ്മിലുള്ള ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 സംഘാത അവസ്ഥയിലുള്ള മനുഷ്യനിൽ ദേഹി എന്നുള്ളത് മനുഷ്യ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം തന്നിൽ തന്നെയുള്ള ആ പ്രകാശത്തെ സ്വീകരിച്ച് ആ വ്യക്തിത്വം പ്രകാശരൂപമായി ഏക ആത്മാവായിത്തീരണം. അതിനെയാണ് ആത്മാവ് ഒന്നായിത്തീരുക എന്ന് പറയുന്നത്. ദൈവത്തോട് ഒന്നായിത്തീരുക, ദൈവത്തോട് ചേരുക എന്നൊക്കെ പറയുന്നു. അതിനെ വിശദീകരിച്ചാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇന്നലെ ദേഹം, ദേഹി, ആത്മാവെന്ന് ഉള്ള അധ്യായം വായിച്ചു പൂർത്തീകരിച്ചു. ഇന്നിപ്പോൾ തുടങ്ങുന്നത് 6-ാം അധ്യായം ഏകം സത് പുസ്തകത്തിൽ ആത്മാവും വ്യക്തിയും. ജനതികമായ ജനനമല്ല ആത്മാവിലുള്ള ജനനം. ജനതികമായ ജനനമല്ല ആത്മാവിലുള്ള ജനനം. ആത്മാവിലുള്ള ജനനം മനുഷ്യനെ ഈശ്വരനെ പോലെയാക്കുന്നു, ആത്മാവ് തന്നെ ആക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യനെ മാത്രം സർവശക്തൻ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. മനുഷ്യന് മാത്രമേ ഈശ്വരൻ്റെ യഥാർത്ഥ വ്യക്തിത്വവാസം വ്യവസ്ഥ ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ ആവർത്തിക്കുന്നത് ഈ ബോധ്യത്താലും ആ ബോധ്യം എനിക്ക് വളരെ നന്മയായി തീർന്നതിനാലുമാണ്. അന്യജീവികളിൽ ഈശ്വര പ്രതിപാദനമായ ആത്മതത്വമില്ല, ആത്മാവില്ല, ആത്മവ്യവസ്ഥയുമില്ല. ആത്മാവിൻ്റെ നേരിട്ടുള്ള ദിവ്യസ്പന്ദനം, ആത്മാവ് മനുഷ്യനിൽ ദിവ്യസ്പന്ദനം, അതായത് ആത്മാവ് മനുഷ്യനിൽ മാത്രമേ ഉള്ളൂ. മനുഷ്യന് മാത്രമേ ആത്മാവിൻ്റെ വാസം ഉള്ളൂ എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ. മനുഷ്യനിൽ മാത്രമേ ദൈവം ആത്മാവായിരിക്കുന്നതുകൊണ്ട് ആ ആത്മവാസം മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തന്നിൽ തന്നെ എല്ലാ സൃഷ്ടികളെയും ഉൾപ്പെടുത്തി സർവ്വതും സൃഷ്ടിച്ച് പൂർത്തീകരിച്ച സൃഷ്ടാവ് സൃഷ്ടിയെ വെളിപ്പെടുത്തിയത് തൻ്റെ ദിവ്യഹിതി പ്രകാരം പടിപടിയായിട്ടാണ്, ക്രമപ്രകാരമാണ്. തൻ്റെ സൃഷ്ടപദ്ധതിയിൽ സൃഷ്ടാവ് മനുഷ്യനെ പ്രഥമ സ്ഥാനത്ത് കണ്ട് തന്നിൽ തന്നെ ഒരാകൃതി രൂപപ്പെടുത്തി തന്നെ തന്നെ നൽകുന്ന വ്യവസ്ഥയും മനുഷ്യനിൽ ഉറപ്പിച്ചു. പിന്നീട് മനുഷ്യനിൽ ബന്ധപ്പെടുത്തി സർവ്വതും ഉരുവാക്കപ്പെട്ടു. അതുകൊണ്ടാണ് മനുഷ്യനില്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഒന്നിനും മൂല്യമില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നതും പറയുന്നതും. സൃഷ്ടി വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് അനുഭവമാക്കുവാൻ പ്രകാശനം ചെയ്തത് എന്ന് മനസ്സിലാക്കണം. വെളിച്ചത്ത് കൊണ്ടുവന്നത്, ഇല്ലെങ്കിൽ വെളിപ്പെടുത്തിയത് എന്നിപ്രകാരമുള്ള ആശയം മനസ്സിലാക്കിയാൽ മതി. വെളിപ്പെടുത്തൽ പ്രക്രിയയും പടിപടിയായിട്ടാണ് നടന്നത്. എല്ലാം മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ച സർവശക്തൻ താൻ പ്രപഞ്ചത്തെ സംവിധാനം ചെയ്ത പ്രകാരം ഭൂമിയെ വാസയോഗ്യമാക്കിയ ശേഷമാണ് മനുഷ്യനെ ഭൂമുഖത്ത് വെളിപ്പെടുത്തിയത്.
ഇതെല്ലാം വലിയ സത്യങ്ങളാണ്. നമ്മൾ അല്ലാതെയുള്ള ചില പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈശ്വര വ്യക്തിത്വത്തെ, ഈശ്വരനെ അറിയാൻ കഴിയാതെ വരുന്നത്. തൻ്റെ പദ്ധതിയുടെ ആലോചനയിൽ പ്രഥമ സ്ഥാനത്ത് മനുഷ്യനെയും മനുഷ്യനോട് ബന്ധപ്പെടുത്തി എല്ലാറ്റിനെയും, പ്രപഞ്ചത്തിൻ്റെ പരിധിയിൽപ്പെട്ട എല്ലാറ്റിനെയും സൃഷ്ടാവ് കണ്ടു, സൃഷ്ടിച്ചു. മനുഷ്യനെ തന്നെ പ്രപഞ്ചത്തിൻ്റെ അധികാരികളും പരിപാലകരുമായി ദൈവം നിശ്ചയിക്കുകയും ആ അധികാരം അവർക്ക് നൽകുകയും ചെയ്തു. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ സൃഷ്ടിയെ വെളിപ്പെടുത്തിയപ്പോൾ അവസാനമാണ് മനുഷ്യൻ വെളിപ്പെട്ടത്. അത് ഇവയെല്ലാം മനുഷ്യന് വേണ്ടി യഥായോഗ്യം ആക്കപ്പെടുന്നതിനുള്ള സമയമായിരുന്നു. പ്രപഞ്ചം സംവിധാനം ചെയ്ത ഈശ്വരൻ അത് സൃഷ്ടിച്ചു വെളിപ്പെടുത്തിയിട്ട് തന്നിൽ തന്നെ സർവ്വസൃഷ്ടിക്കും മുമ്പ് കണ്ട മനുഷ്യനെ ഭൂമിയിൽ അവിടുത്തെ രൂപത്താൽ, സാദൃശ്യത്താൽ ഭൂവാസികളായി നിശ്ചയിച്ചു, വെളിപ്പെടുത്തി. ഊർജപരമായ വ്യതിയാനങ്ങളിലൂടെ മനുഷ്യൻ ഇപ്രകാരം രൂപപ്പെട്ട് വിരാട് പുരുഷനിൽ നിന്നുള്ള ആകൃതിയിൽ ദൃശ്യരൂപമുള്ള മനുഷ്യനായി ഈ ഭൂമിയിൽ വസിക്കുന്നു. പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട മനുഷ്യ ശരീരം ഭൂവാസത്തിനായി വെളിപ്പെട്ടു. ദേഹദേഹി സംഘാതത്തിൽ ആത്മാവ് അതിൻ്റെ തത്വത്തിലുള്ള ഏക സൃഷ്ടി മനുഷ്യൻ മാത്രമാകുന്നു. സ്വർഗ പൂർണ്ണത്തിൽ നിന്ന് പ്രകടമാക്കപ്പെട്ട പൂർണ്ണമാണ് മനുഷ്യനിലെ ആത്മതത്വം. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണത്താൽ പ്രകടമാക്കപ്പെട്ട പൂർണ്ണമാണ് മനുഷ്യനിലെ ആത്മതത്വം എന്നുള്ളത് നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിക്കുക. വീണ്ടും, പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണത്താൽ പ്രകടമാക്കപ്പെട്ട പൂർണ്ണമാണ് മനുഷ്യനിലെ ആത്മതത്വം, ആത്മാവ് തന്നെ. പൂർണ്ണമത പൂർണ്ണമിത് പൂർണ്ണാത് പൂർണ്ണമുദിച്ചതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശേഷിതേ. ഓം ശാന്തി ശാന്തി ശാന്തി. മനുഷ്യന് തന്നെ നൽകിയ ആത്മതത്വം പക്ഷിമൃഗാദികൾക്കോ വൃക്ഷലതാദികൾക്കോ ഈശ്വരൻ അനുവദിച്ചില്ല, കൊടുത്തിട്ടുമില്ല. മനുഷ്യൻ മാത്രം അനശ്വരതയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടികളുടെ മകുടമായ മനുഷ്യൻ, സൃഷ്ടികളുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് മനുഷ്യനാണ്. അത് വളരെ വ്യക്തമായി നമ്മൾ ബൈബിളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേദാന്ത രഹസ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. മനുഷ്യന് തന്നെ നൽകിയ ആത്മതത്വം പക്ഷിമൃഗാദികൾക്കോ ആത്മതത്വം പക്ഷിമൃഗാദികൾക്കോ വൃക്ഷലതാദികൾക്കോ ഈശ്വരൻ അനുവദിച്ചില്ല, കൊടുത്തുമില്ല. മനുഷ്യൻ മാത്രം അനശ്വരതയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടികളുടെ മകുടമായ മനുഷ്യൻ, അതെ, സൃഷ്ടികൾ ഉന്നതൻ മനുഷ്യൻ തന്നെയാണ്. ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും അന്നത്തിൽ നിന്നാണ്, അതായത് എനർജിയിൽ നിന്നാണ് രൂപമുണ്ടാകുന്നതെന്ന് ഉപനിഷത്തിൽ നിന്ന് മനസ്സിലാക്കാം. തൈത്തിരീയം ബ്രഹ്മാനന്ദവല്ലി അനുവാകൻ 2 പറയുന്നത് ഊർജ്ജത്തെപ്പറ്റിയാണ്. മന്ത്രങ്ങളിലെ അന്നത്തിന് ഊർജം എന്നുള്ള അർത്ഥം സന്ദർഭമനുസരിച്ച് നൽകിയാൽ ആശയം വ്യക്തമാകുവാനും പല കാര്യങ്ങളും തെളിവായി മനസ്സിലാക്കാനും കഴിയും. പലപ്പോഴും ധ്യാനത്തിലൂടെയുള്ള അന്നം എന്ന രീതിയിൽ മന്ത്രങ്ങൾക്ക് അർത്ഥം, പലപ്പോഴും ധാന്യത്തിലൂടെയുള്ള അന്നം എന്ന രീതിയിൽ മന്ത്രങ്ങൾക്ക് അർത്ഥം കൽപ്പിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നതിനാൽ ആശയം യഥോചിതം അവതരിപ്പിക്കുവാൻ വ്യാഖ്യാതാക്കളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മനുഷ്യൻ അന്നമയ കോശ ശരീരമുള്ളവനാണല്ലോ. മനുഷ്യൻ ശരീരമല്ല എന്ന് വെറുതെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന വേദപണ്ഡിതന്മാർ പലരും ജനിതക ജീവനിൽ നിന്നും പിടിവിട്ട് ആത്മജീവന് പ്രഥമസ്ഥാനം നൽകുന്നില്ലെന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്താതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം പ്രപഞ്ചത്തോട്, ശരീരത്തോട് ബന്ധപ്പെടുത്തി യാഥാർത്ഥ്യത്തിൽ നിന്നും മാറി നിൽക്കുകയാണെന്ന് തോന്നിപ്പോകുന്നു ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ. ഊർജത്താലാണ് സ്ഥൂല വസ്തുക്കൾ, ശരീരങ്ങൾ ക്രമപ്പെടുന്നത്. അത് പ്രപഞ്ച സംവിധാന നിയമത്തിൽപ്പെടുന്ന കാര്യമാണ്. പ്രപഞ്ചത്തിൽ നിന്ന് ആത്മാവിനെ അനുഭവമാക്കാനാണ് വ്യാഖ്യാതാക്കളുടെ ശ്രമമെന്ന് കാണാം. എന്നാൽ ആത്മാവിൽ പ്രപഞ്ചത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്താൽ പ്രപഞ്ചത്തിൽ കിടന്ന് അത് ഉരുണ്ട് കളിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടും. ആത്മാവിൽ ജീവിക്കാൻ മനുഷ്യന് കഴിയും. എല്ലാം ആത്മാവിലൂടെ ദർശിക്കുവാനും കഴിയും. പ്രപഞ്ചം മനുഷ്യൻ്റെ അധികാരത്തിന് കീഴിലുള്ളതാണെന്ന് ബോധ്യം വരും. ആത്മാവിലൂടെ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളാൻ കഴിയും. മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ അധികാരിയാണെന്നുള്ള ബോധ്യവും ഉണ്ടാകും. സ്ത്രീ പുരുഷ ബന്ധത്തിൽ എല്ലാ തലങ്ങളിലും സ്ത്രീ പുരുഷനെ ഉൾക്കൊള്ളുന്നതും പുരുഷൻ സ്ത്രീയെ ഉൾക്കൊള്ളുന്നതും പ്രപഞ്ചത്തിൻ്റെ അധികാരികളെന്ന നിലയിലാണ്. പ്രപഞ്ചത്തിൻ്റെ അധികാരികൾ എന്നുള്ള നിലയിൽ 2 കൂട്ടർക്കും, സ്ത്രീക്കും പുരുഷനും അത് ഒരുപോലെയാണ്. അങ്ങനെയാണ് സ്ത്രീയെ പുരുഷൻ ഉൾക്കൊള്ളേണ്ടത്, ഉൾച്ചേർക്കേണ്ടതും പുരുഷനെ സ്ത്രീ ഉൾച്ചേർക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. ഈക്വാലിറ്റി ഉണ്ട് അവിടെ.
അത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ പ്രജനന സമയത്ത് പുരുഷനിൽ നിന്ന് മനുഷ്യൻ്റെ ആത്മാവ് മാതൃഗർഭത്തിലുള്ള അണ്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള രീതിയിൽ പലരും ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ഗ്രന്ഥങ്ങൾ എഴുതിയിടുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ആത്മീയതയ്ക്ക് ശുദ്ധ വിരുദ്ധവും നേരെ വിരുദ്ധവും അത് തെറ്റുമാണ് എന്ന് പറയേണ്ടതുണ്ട്. പറയുക മാത്രമല്ല, ഞാനതിവിടെ കഴിയുന്നിടത്തോളം ഒന്ന് വിശദീകരിക്കാൻ ഇനി മുന്നോട്ടുള്ള വായനയിൽ. ഐതിഹ്യോപനിഷത്തിലുള്ള മന്ത്രങ്ങളുടെയും സമാനമായ മറ്റു മന്ത്രങ്ങളുടെയും പിൻബലം ഇതിനായി ഇക്കൂട്ടർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അത് തെറ്റായ വ്യാഖ്യാനത്തിലൂടെയാണ് ഇക്കൂട്ടർ ഉപയോഗപ്പെടുത്തുന്നതെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. എന്നാൽ ഇത് മനുഷ്യൻ്റെ ജനതിക ജീവനെപ്പറ്റിയും ജനതിക ക്രമീകരണങ്ങളെപ്പറ്റിയുമാണ് പറയുന്നത്. ആത്മാവിനെ പറ്റിയല്ല, സോളിനെ പറ്റിയാണ്, സ്പിരിറ്റിനെ പറ്റിയല്ല. ദേഹിയെപ്പറ്റിയും ദേഹത്തെയുമാണ് അവിടെ പറയുന്നത്. ആത്മാവ് എന്ന ആ വെളിച്ചത്തെ പറ്റിയല്ല. ആത്മാവ് മാത്രമാകുന്നു. അതായത് പരമാത്മാവ്, ബ്രഹ്മം, കേവല സത്ത, ഏകം സത്ത് എന്ന ചൈതന്യ പൂർണ്ണതയാണത്. പരമാത്മാവ് ഏകമാണ്, അതിന് മാറ്റമില്ല. മനുഷ്യന് വേണ്ടി മാത്രം ആത്മാവ് തന്നെ മനുഷ്യനിൽ ദിവ്യസ്പന്ദനമാക്കിയിരിക്കുന്നു. ഓരോ മനുഷ്യനും ഇപ്രകാരമുള്ള ദൈവിക വ്യവസ്ഥയിലാണ് എല്ലാ മനുഷ്യരിലും. മനുഷ്യൻ ഏതവസ്ഥയിലുള്ളവരുമാകട്ടെ, മുഖപക്ഷമില്ലാത്ത ഈശ്വരൻ തൻ്റെ രൂപം അവളിൽ പ്രതിപാദനം ചെയ്തിട്ടുണ്ട്. ആത്മാവിനെ പെരുക്കുവാനോ ഭാഗിക്കുവാനോ ആർക്കും സാധ്യമല്ല. ആത്മാവിന് ദിവ്യമായ വ്യക്തിത്വം, ആത്മീയ വ്യക്തിത്വവും ഉണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ജീവനെ, വ്യക്തിത്വത്തെ ആത്മാവ് എന്ന് വിവക്ഷിക്കുന്നതിനാൽ ദുരൂഹത നമ്മെ ബന്ധിച്ചു നിർത്തുകയാണ്. പലപ്പോഴും ഉണ്മയെ അറിയാൻ കഴിയാത്ത വിധം മറച്ചു പിടിക്കുകയുമാണ്. അതുകൊണ്ട് ശരീരജീവൻ പരമാത്മാവ് തന്നെയെന്ന് അനേകരും വിശ്വസിക്കാൻ ഇടയായിത്തീർന്നു. ജീവൻ വ്യക്തിത്വം കേവലാത്മാവേ അല്ല. ആത്മാവിനെ അറിഞ്ഞ വ്യക്തിയാണ് ജീവാത്മാവ്. ശരീരരീതിയിൽ വെളിപ്പെടുന്ന വ്യക്തിത്വത്തെ ആത്മാവ് എന്നുള്ള തരത്തിൽ സ്വാമി വിവേകാനന്ദനെ പോലുള്ളവരും ഇടയ്ക്ക് പറഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വിവേകാനന്ദ സാഹിത്യ സർവസ്വം വോളിയം 4 പേജ് 162 മുതൽ പറഞ്ഞു പോകുന്നു. കാരണം പുനർജന്മ സിദ്ധാന്തം എന്നുള്ളത് പലരും വിശ്വസിച്ചു. എന്നാൽ ഇക്കാലത്ത് അതിനെ ചോദ്യം ചെയ്ത് ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ, ആത്മീയ നേതാക്കൾ തന്നെ വന്നിട്ടുണ്ട്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇവിടെയും ആത്മാവെന്ന് പറഞ്ഞിട്ടുള്ള വിവേകാനന്ദജി പറഞ്ഞു വരുന്നിടത്ത് സൂക്ഷ്മമായി പഠിച്ചു പരിശോധിച്ചാൽ ഇവിടെയും ആത്മാവ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജീവനെപ്പറ്റി, ജീവന്മാരെപ്പറ്റി, അതായത് ജീവാത്മാവിനെ പറ്റി ആണെന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിനും വിശദമായി വ്യാഖ്യാനിച്ചില്ല. അദ്ദേഹം ഇപ്പോൾ ഞാൻ വായിച്ച ഭാഗം, അവിടെ അതിനൊരു വ്യാഖ്യാനം അദ്ദേഹം നൽകാത്തത് കൊണ്ടാണ് പലർക്കും അത് അപ്രകാരമായിരിക്കുമെന്ന് തോന്നുന്നത്. ആത്മാവും മനുഷ്യവ്യക്തിത്വവുമാണ്. മനുഷ്യനും പുനർജന്മവും. ചില ആധ്യാത്മിക വ്യാഖ്യാനങ്ങൾ ആത്മാവിൻ്റെ ഏകത്വത്തെ മനസ്സിലാക്കുവാൻ സാധാരണക്കാർക്ക് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. തന്നെയുമല്ല, പുനർജന്മ സിദ്ധാന്തം അതേപടി അംഗീകരിക്കാത്തവരാണ് വിദ്യാസമ്പന്നരായ ഹൈന്ദവ സഹോദരങ്ങളിൽ പലരുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ പ്രാണനിൽ തുടിക്കുന്ന ജനതിക ജീവനുള്ള മനുഷ്യന് ആത്മാവിനെ ഈശ്വരൻ തന്നെ നൽകിയതാണത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ദേഹമോ ദേഹിയോ അല്ല മനുഷ്യനുള്ള ആത്മാവ് എന്ന് വ്യക്തമായും നാം മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ശരീരം ഇവിടെ ഊർജത്താൽ ക്രമീകരിക്കുമ്പോൾ മനുഷ്യൻ്റെ വ്യക്തിത്വം അവൻ്റെ ജീവനിൽ ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്നതിനാൽ മനുഷ്യൻ ജീവനുള്ളൊരു വ്യക്തിയായി ആണ് ഈ ഭൂമിയിലുള്ളത്. അവനിൽ ദൈവം നിക്ഷേപിച്ചതാണ്, തന്നെ നൽകിയതാണ് ആത്മാവായ ദൈവത്തിൻ്റെ പ്രതിരൂപമായ മനുഷ്യനിൽ തുടിക്കുന്ന ആത്മതത്വം, മനുഷ്യൻ്റെ ആത്മാവ്. ഒരു മനുഷ്യനെ പോലെ വേറൊരു മനുഷ്യൻ യാതൊരു വ്യത്യാസവുമില്ലാതെ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. എൻ്റെ ശബ്ദം പോലെ ശബ്ദമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വേറെയില്ല. സമാനതയുണ്ടാകും. എൻ്റെ മാതാപിതാക്കൾക്കോ മക്കൾക്കോ പോലുമില്ല. സമാനത ഉണ്ടാവണം. എൻ്റെ തമ്പ് ഇംപ്രഷൻ പോലെ മറ്റൊരാൾക്ക് അത് ലഭ്യമല്ല. ഇതെല്ലാം ബാഹ്യ ശരീരത്തെ സംബന്ധിച്ചും മറ്റ് ശാസ്ത്രം തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ജനതിക ജീവനെപ്പറ്റിയും തെളിവുണ്ട്.
എന്നാൽ ആത്മാവിനെപ്പറ്റി ഇപ്രകാരമൊന്നും മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് എന്ത് കണ്ടാലും അതെല്ലാം ആത്മാവാണെന്ന് പറയുന്ന വിഡ്ഢിത്തം ഒരാത്മീയൻ ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ മർമ്മം ശരിക്ക് മറച്ചു പിടിച്ചതുകൊണ്ടാണ് അനേകർക്കും ആത്മീയ തത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത്. പ്രപഞ്ചവും ആത്മാവുമാണ്. ഈ പ്രപഞ്ചം ആത്മാവെന്ന തത്വത്തെ ആത്മതത്വത്തെ ഇല്ലെങ്കിൽ പരബ്രഹ്മത്തെ ഇല്ലെങ്കിൽ പരമാത്മാവിൻ്റെ മഹത്വത്തിന് സാക്ഷ്യമായി നിൽക്കുകയാണ്. അല്ലാതെ പ്രപഞ്ചം ആത്മാവല്ല. അതുകൊണ്ട് എന്ത് കണ്ടാലും അതെല്ലാം ആത്മാവാണെന്ന് പറയുന്ന വിഡ്ഢിത്തം ഒരാത്മീയൻ ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് ആവർത്തിക്കട്ടെ. അന്ധകരണത്തിനും ആകാശത്തിനുമെല്ലാം ആത്മാവ് എന്ന പദം വേദവ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവയൊന്നും ആത്മാവല്ല. ആത്മാവ് ഏകമാണ്. ഏകം സത്ത് മാത്രമാകുന്നു. അത് സന്ദർഭമനുസരിച്ച് ഋഷികൾ ആകാശത്തിനും അന്ധകരണത്തിനും ആത്മാവ് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടാകാം. അത് പറയുമ്പോൾ ആകാശം എന്നുള്ളതിന് അവിടെ പറയുന്നത് ഈതറലി ഹെവൻലി എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ ആത്മാവ് എന്ന ആ ഒരു ആശയം കടന്നു വരാം. അത് തന്നെയുള്ളൂ. അന്ധകരണത്തിനും അങ്ങനെ പറയാൻ കാരണം നമ്മുടെ വ്യക്തിത്വം ആത്മരൂപം പ്രാപിക്കുമ്പോൾ, അതായത് ജഡത്തിലെ മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് നമ്മൾ ആത്മതത്വത്തെ അംഗീകരിക്കുമ്പോൾ അന്ധകരണം, അതായത് നമ്മുടെ ദേഹി ആത്മാവായി തീരുന്നു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അന്ധകരണവും ആകാശവുമെല്ലാം ആത്മാവാണെന്ന് ഒരു ഋഷിയും പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. കാരണം അവർ ശരി പഠിച്ചിട്ടാണ് അവതരിപ്പിച്ചത്. അതിനെ വ്യാഖ്യാനത്തിലൂടെ തെറ്റിക്കുകയാണ് ചെയ്തത് എന്ന് എടുത്തു പറയട്ടെ. ദൈവം ആത്മാവാകുന്നു. ആത്മാവ് സർവ്വവ്യാപിയാകുന്നു. മനുഷ്യ വ്യക്തിയിൽ മാത്രം ഈ ആത്മാവിൻ്റെ സ്പന്ദനം അതേ വിധമുണ്ട്. അത് മനുഷ്യനെന്ന വ്യക്തിക്ക് ആത്മാവിനെ പോലെ ആയിത്തീരാനുള്ള വ്യവസ്ഥയാണ്. മനുഷ്യൻ ആത്മാവായി മാറണം. അതിനുള്ള അച്ചാരമാണ് മനുഷ്യനുള്ള ആത്മാവ്, മനുഷ്യൻ്റെ ആത്മാവ്. അത് മനുഷ്യ ശരീരത്തിൻ്റെ ജീവനല്ല. മറ്റൊരു സൃഷ്ടിയിലും ഈ ആത്മതത്വ വ്യവസ്ഥയില്ല. മനുഷ്യൻ്റെ ദേഹവും ദേഹിയും ഓരോ വ്യക്തിക്കും പ്രത്യേകമായി ലഭിച്ചതാണ്. എൻ്റെ വ്യക്തിത്വം ഞാൻ എന്ന വ്യക്തിക്ക് മാത്രമുള്ളതാണ്. എന്നിലുള്ള ആത്മവ്യവസ്ഥ എനിക്ക് പരമാത്മാവിനെ അനുഭവമാക്കുവാൻ ആത്മസാക്ഷാത്കാരത്തിനായി എനിക്ക് മാത്രമായി നൽകിയതാണ്. അത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഭൂവാസത്തിന് ശേഷം എൻ്റെ വ്യക്തിത്വം വേറൊരാൾക്ക് നൽകപ്പെടുകയോ വേറൊരു വ്യക്തിയായി ഈ ഭൂമിയിൽ ജനിക്കുകയോ ഇല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അനേക പണ്ഡിതന്മാരും ഇപ്പോൾ അപ്രകാരമുള്ള വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിനാൽ ശരീരം മാറി പാർക്കും, ഇല്ലെങ്കിൽ പട്ടിയായി ജനിക്കും, പൂച്ചയായി ജനിക്കും എന്നൊക്കെയുള്ളത് വലിയ തെറ്റായ ധാരണയാണ്, അപക്വതയാണ്. വേദാന്ത രഹസ്യം പഠിക്കാത്തത് കൊണ്ടാണ് അത്. ജനന മരണങ്ങൾ ഒരു മനുഷ്യനിൽ ഓരോ ദിവസവുമുണ്ട്. അത് തിന്മയിൽ വീഴുന്ന മരണം, എന്നാൽ അപ്പോൾ തന്നെ അനുദപിക്കുമ്പോൾ വീണ്ടും ജനനം. ഇങ്ങനെ അത് മനുഷ്യ ആ അവസ്ഥയിൽ നമ്മളിൽ ഓരോ ദിവസവും സംഭവിക്കുന്നതിനെയാണ് ജനന മരണങ്ങളെന്ന് പറയുന്നത്. അത് പാപത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. തിന്മയിൽ വീഴുന്ന ഒരാൾ അപ്പോൾ തന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും നന്മയിൽ ജനിക്കുകയാണ്. അത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. ഇത്രയും ഒരു മുഖപുരയായി പുനർജന്മത്തെപ്പറ്റി പറയുകയാണ്. നമ്മൾ ഒരു ദിവസം തന്നെ ഇപ്രകാരം പലപ്പോഴും മനുഷ്യൻ്റെ ജഡത്തിൽ, മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ പാപത്തെ സംബന്ധിച്ചുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ പാപത്തിൽ വീഴും. അപ്പോൾ തന്നെ എഴുന്നേറ്റ് ചെയ്തത് തെറ്റായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അതിനെ തിരുത്തി അനുദപിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ വീണ്ടും ജനിക്കുകയാണ്. ഇത് ഉള്ളിൽ നടക്കുന്ന ഒരു ദിവസം തന്നെ പല പ്രാവശ്യം, ഇല്ലെങ്കിൽ ഒരു മാസത്തിൽ, ആണ്ടിൽ പലപ്പോഴും ഈ ജനന മരണങ്ങൾ നമ്മളിൽ ആ ഉള്ളിൽ നമ്മുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ആത്മീയമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ നമ്മളെ വേറൊരു പട്ടിയോ പൂച്ചയോ ആയിട്ടൊന്നും ജനിക്കുകയില്ല. അങ്ങനെ ജനിച്ചാൽ തന്നെ പൂച്ചയായി തീർന്നാൽ എന്നാ മനുഷ്യജന്മം എടുത്ത് വീണ്ടും മോക്ഷപ്രാപ്തരാക്കുന്നത്? ഇതിനെവിടെയുണ്ട് ലിമിറ്റ്? ഇതെന്ന് അവസാനിക്കും? ഇതൊക്കെ ഇത്ര യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെ മൗഢ്യമാക്കി വിശ്വസിച്ച് ആത്മീയ വഴിയിൽ തെളിയേണ്ട അനേക കാര്യങ്ങളെ മനുഷ്യർക്ക് വേണ്ടി നൽകേണ്ട, അതായത് ആത്മീയതയിൽ വിശുദ്ധിയിൽ നൽകേണ്ടതിനെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അനേകർക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കിയ ഒരു വിഷയമാണ് പുനർജന്മം എന്നുള്ളത്. എന്നെ സൃഷ്ടിച്ചത് ഞാൻ തന്നെയായിട്ടാണ്. ഓർക്കുക, ഓരോ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചത് തൻ്റെ രൂപത്തിലാണ്. അവനിൽ ദൈവരൂപം വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ മനുഷ്യന് പകരം വേറൊരു മനുഷ്യനെയോ പട്ടിയെയോ പൂച്ചയോ ഒന്നും ആക്കാൻ ദൈവത്തിൻ്റെ നീതി അനുവദിക്കുന്നില്ല. ഇതൊക്കെ ചുമ്മാ കുട്ടിക്കളി പോലെ ആരോ പറഞ്ഞു വെച്ചതാണ്. ഈ അബദ്ധബോധ്യങ്ങളിൽ നിന്ന് നമ്മൾ ഉണരേണ്ടതുണ്ട്. ഞാൻ ചെയ്ത പാപത്തിന് ഞാനാണ് ഉത്തരം പറയേണ്ടത്.
എന്നാൽ അനുദപിച്ച ഞാൻ വീണ്ടും ആത്മതത്വമാണെങ്കിൽ ഞാൻ ഈശ്വരനോട് ചേരും. അതിന് പകരം വേറൊരാളിനെ അവിടെ നിൽക്കുകയില്ല, കൊണ്ടുവരികയില്ല. അത് ദൈവിക പദ്ധതിയിലുള്ളതല്ല. മനുഷ്യൻ്റെ പദ്ധതിയിലും അവരുടെ ബുദ്ധിയില്ലായ്മയിലും ചിന്തിച്ച് മെനഞ്ഞെടുത്ത ഒരു കെട്ടുകഥ മാത്രമാണ് പുനർജന്മ സിദ്ധാന്തം. മനുഷ്യൻ്റെ ദേഹവും ദേഹിയും ഓരോ വ്യക്തിക്കും പ്രത്യേകമായി ലഭിച്ചതാണ്. എൻ്റെ വ്യക്തിത്വം ഞാനെന്ന വ്യക്തിക്ക് മാത്രമുള്ളതാണ്. എന്നിലുള്ള ആത്മവ്യവസ്ഥ എനിക്ക് പരമാത്മാവിനെ അനുഭവമാക്കുവാൻ ആത്മസാക്ഷാത്കാരത്തിനായി എനിക്ക് മാത്രമായി നൽകിയതാണ്. അപ്പോൾ ചിലർ ചോദിക്കും, കഴിഞ്ഞ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ 10-14 വയസ്സാകുമ്പോൾ ചെല്ലുമ്പോൾ ഞാൻ പണ്ടിവിടെ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്, അല്ലെ പൂർവികരുടെ ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയാൻ കാരണം, അന്ന് അവിടെ സന്ദർശിച്ച പൂർവികരിലുള്ള ഏതോ ഒരു ജീന് ആ കുട്ടിയിൽ, അവരുടെ മുത്തച്ഛൻ്റെയോ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെയോ ഒരു ജീന് അന്ന് അവിടെ ജീവിച്ചിരുന്ന കാലത്ത് അതേ ജീൻ ഇവനിൽ വന്നിരിക്കുന്നതുകൊണ്ട് ആ ജീൻ കൊണ്ടുണ്ടാകുന്ന ഒരു തോന്നിപ്പ് മാത്രമാണത്. കൃത്യമായി തോന്നിച്ചെന്നും ഇരിക്കും. അതിനെപ്പറ്റിയൊക്കെ ഞാൻ കൂടുതൽ ഇപ്പോൾ വായിക്കുന്നില്ല, ഇതിൽ എഴുതിയിട്ടുമില്ല. അത് എനിക്ക് ബോധ്യമായ തരത്തിൽ ഈശ്വരൻ അനുവദിക്കുമെങ്കിൽ അടുത്തൊരു രചനയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത്രമാത്രം. ദൈവം തന്ന ആത്മതത്വം എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ ഭൂവാസത്തിന് ശേഷം എൻ്റെ വ്യക്തിത്വം വേറൊരാൾക്ക് നൽകപ്പെടുകയോ വേറൊരു വ്യക്തിയായി ഈ ഭൂമിയിൽ ജനിക്കുകയോ ഇല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യനെന്ന സൃഷ്ടിപ്പിന് എന്താണ് അർത്ഥം, എന്ത് മൂല്യമാണുള്ളത്? ഇപ്പോൾ ഒരിക്കൽ മാത്രം ശരീരത്തിൽ ഞാൻ ഈ ഭൂമിയിൽ വെളിപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും നമ്മിലുള്ള ആത്മതത്വത്തിന് വിധേയപ്പെട്ടാൽ നമ്മൾ പരമാത്മരൂപം പ്രാപിച്ച വ്യക്തികളാകും. മാനുഷിക വ്യക്തിത്വമല്ല, ആത്മീയ വ്യക്തിത്വം ലഭിക്കും. മാംസരക്തങ്ങൾ ഈ ഭൂമിയിൽ മാത്രമുള്ളതാകുന്നു. അത് ഭൗതിക അവസ്ഥ മാത്രമാകുന്നു. ആത്മതത്വത്തിന് ആത്മാവിന് വിധേയപ്പെട്ടില്ലെങ്കിൽ വ്യക്തിത്വം ആത്മരൂപം പ്രാപിക്കുകയില്ല. ആത്മാവ് നഷ്ടപ്പെട്ട വ്യക്തിത്വം നിലനിൽക്കുമെങ്കിലും പട്ടിയും പൂച്ചയും മരവും കല്ലും എന്തെങ്കിലുമായി വീണ്ടും ജനിക്കുവാൻ പോകുന്നില്ലെന്നുള്ളത് സത്യമായിട്ട് ഞാൻ കരുതുന്നു. ഭൂമിയിൽ സ്ഥൂലമായിരുന്ന് ഭൗതിക രൂപത്തിന്, ശരീരത്തിന് കാരണമായ ഊർജത്തിന് ഉണ്ടാകുമെന്നുള്ളത് മറ്റൊരു വീക്ഷണത്തിൽ ശരിയാണ്. ജീവനറ്റ മനുഷ്യ ശരീരം അഴിഞ്ഞില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റത്തിലൂടെ വളവും മറ്റുമായി വൃക്ഷലതാദികളും പുഴുക്കളും പക്ഷികളും പല വിധത്തിൽ അത് സ്വീകരിക്കുന്നുമുണ്ട്. എൻ്റെ ശരീരം ചീഞ്ഞ് വളമായി തീരുമ്പോൾ പലതിനും വീണ്ടും അത് മറ്റൊരു തരത്തിൽ അതിന് ജീവിക്കുന്നതിന് ആ എനർജി, അവിടെ ഞാനില്ല, ഒന്നുമില്ല, അത് ഏത് എനർജിയിൽ നിന്ന് രൂപം കൊണ്ടോ അതിലേക്ക് പോവുകയാണ്. അപ്പം അതിൽ നിന്ന് വീണ്ടും ചില പക്ഷിമൃഗാദികൾക്കൊക്കെ അവിടെ അതിൻ്റെ ഉള്ളിലൂടെ വളരുന്ന വൃക്ഷങ്ങൾ അതിൻ്റെ ഫലങ്ങൾ ഭക്ഷിക്കുന്നതൊക്കെ ഉണ്ട്. അവിടെയും ഞാനില്ല, എൻ്റേതായി ഒന്നുമില്ല. പദാർത്ഥത്തിൽ നിന്ന് എടുത്തത് ഇത് പദാർത്ഥമായി മാറുന്നു, പരിണമിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈശ്വരഹിതത്തിന് വിധേയപ്പെട്ട് തന്നിലുള്ള ആത്മതത്വത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തി ഈശ്വരങ്കിൽ ചേരും. അപ്രകാരമല്ലാത്ത വ്യക്തി ആത്മവഴി അംഗീകരിച്ച് ആത്മാവിന് വിധേയപ്പെടാത്തതിനാൽ ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഈശ്വരങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കും. ഈ നഷ്ടത്തിൻ്റെ വേദന അഥവാ നാശം ഈ വ്യക്തിക്ക് ശരീരം വിട്ടാൽ മനസ്സിലാകും. ആത്മാവിനെ സ്വന്തമാക്കാത്ത വ്യക്തി നഷ്ടം സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മുടെ ഹൈന്ദവീയ ചിന്തകളിലും ക്രിസ്തീയ ചിന്തകളിലും ഈശ്വരൻ ചില അനേക മണ്ഡലങ്ങളുണ്ടെന്ന് ഹൈന്ദവീയതയിൽ പഠനമുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിന് പല തട്ടുകളുണ്ടെന്ന് പഠനം ഹൈന്ദവീയതയിലുള്ള പോലെ തന്നെ പല സ്വർഗങ്ങളെപ്പറ്റി ബൈബിളിലും ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ആത്മീയ ആശയം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഈ തർക്കങ്ങൾ മാറിപ്പോകും. ഓക്കെ, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഉപനിഷത്തുകളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. സ്വതന്ത്രമായ സമീപനവും ആത്മാവെന്നുള്ളതിനെപ്പറ്റി എനിക്കുള്ള ബോധ്യവും ദുരൂഹതയില്ലാതെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ എനിക്ക് സഹായകമായി എന്നെടുത്തു പറയട്ടെ. ഈശ്വരോ രക്ഷതു. അത് ഉപനിഷത്ത് ദർശന സത്തയിൽ നിന്നും അകന്നതുമല്ല. വ്യാഖ്യാനങ്ങളെ അതേപടി കണ്ണുമടച്ച് ഞാൻ സ്വീകരിച്ചതുമില്ല. പുനർജന്മ സിദ്ധാന്ത പ്രകാരം മനുഷ്യൻ്റെ വ്യക്തിത്വമോ ആത്മാവോ പക്ഷിമൃഗാദികളിലോ ലതാദികളിലോ ഇല്ലെങ്കിൽ മനുഷ്യനിൽ തന്നെയോ മാറി മാറി പാർക്കുമെന്ന് മറ്റുമുള്ള കാര്യങ്ങൾ എന്നെപ്പോലെ ഒരാൾക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ഉപനിഷത്ത് വ്യാഖ്യാനങ്ങളിലല്ല, ഉപനിഷത്ത് ദർശനത്തിലൂടെ ജ്ഞാനപരമായി ചിന്തിക്കുക. പട്ടിയായോ പൂച്ചയായിട്ടോ പുനർജനിച്ചാൽ
മനുഷ്യ ജീവിതത്തിന് എന്ത് വില, വ്യക്തിത്വത്തിന് എന്ത് അർത്ഥം? പുനർജന്മത്തിൽ എൻ്റെ കഴിഞ്ഞ ജന്മത്തെ അറിഞ്ഞ് തെറ്റുതിരുത്താൻ കഴിയുന്നില്ലെങ്കിൽ പുനർജന്മം കൊണ്ട് എന്തു പ്രയോജനം? എടുത്തു പറയട്ടെ, പുനർജന്മത്തിൽ എൻ്റെ കഴിഞ്ഞ ജന്മത്തെ അറിഞ്ഞ് തെറ്റുതിരുത്താൻ കഴിയുന്നില്ലെങ്കിൽ പുനർജന്മം കൊണ്ട് എന്തു പ്രയോജനം? ഈ പുനർജന്മ സിദ്ധാന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ഭീതി ഉപായമാണ്. ഭീതി ഉപായമെന്ന് ഞാൻ പറയും. മനുഷ്യനെ പേടിപ്പിച്ച് നിർത്തുക. പിന്നെ നീ പട്ടിയായിത്തീരും, പൂച്ചയായിത്തീരും എന്നെല്ലാം അന്നത്തെ പുരോഹിത മേധാവിത്യം മനുഷ്യനെ പറഞ്ഞ് അവരുടെ അടിമകളാക്കി ഭയപ്പെടുത്തി നിർത്തി. അജ്ഞരായിരുന്നവർ ഇത് കണ്ട് ഭയപ്പെട്ടു, അവരെ ബഹുമാനിച്ച് നിന്നു. ഇതൊക്കെ അടിമവേല ചെയ്യിപ്പിക്കാനായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബുദ്ധിയുള്ളവരെ, നമ്മൾ ഈ കാലത്തിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ പെടരുത്. നിങ്ങളും ഞാനുമാണ്. ദൈവത്തിന് അങ്ങനെ മുഖപക്ഷമില്ല. എല്ലാവരെയും. അതുകൊണ്ട് ഏതെങ്കിലും മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് പട്ടിയായോ പൂച്ചയായോ ഈ ഭൂമിയിൽ വീണ്ടും അപ്രകാരം ആകുകയില്ല, ഒരിക്കലുമില്ല. മനുഷ്യൻ വൃക്ഷമായി പുനർജനിച്ചിട്ട് എന്ത് കാര്യം? വീണ്ടും ഒരു മനുഷ്യനായി തന്നെ ജനിച്ചാലും എനിക്ക് നഷ്ടമായാൽ പിന്നെ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ത്? ഞാനതിൻ്റെ വേദനയോ വല്ലതും അറിയുന്നുണ്ടോ? ഒന്നുമില്ല. നായോ നരിയോ ആയിത്തീർന്നാൽ ഈശ്വരചിന്തയിൽ മുക്തനാകാമെന്നോ? അത് സാധ്യമല്ലെന്ന് വ്യാഖ്യാതാക്കൾ തന്നെ പറയുന്നു. മന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളും ആലങ്കാരികമായി പറഞ്ഞിട്ടുള്ളതാണെന്ന് കരുതി അക്ഷരപ്പടിയുടെ അർത്ഥം ഉപേക്ഷിച്ച് ആത്മീയാശയം കണ്ടെത്തുകയാണ് ഉചിതം. ഉപനിഷത്ത്, ആർഷഭാരത, ആധ്യാത്മികത, ശാസ്ത്രങ്ങൾ, തത്വങ്ങൾ എന്നെല്ലാം പറഞ്ഞ് ഊറ്റം കൊണ്ടിട്ട് എന്ത് കാര്യം? എന്തു പ്രയോജനം? ഉദാത്തം എന്ന തലമുറകളിലൂടെ ചൊല്ലിയിട്ടും ഏറ്റുപറഞ്ഞിട്ടും ഉദാത്തമായത് എവിടെ വെളിപ്പെട്ടു? മറച്ചുവെച്ചതല്ലാതെ ഇത് വെളിപ്പെടുത്തുവാൻ ആർക്ക് കഴിഞ്ഞു? കഥകളി ആടുന്നത് എങ്ങനെയെന്നറിയാത്തവർ തങ്ങൾ സാംസ്കാരിക നായകന്മാരും പാരമ്പര്യ കലകളെ ആദരിക്കുന്നവരെന്ന് വരുത്തി തീർക്കാൻ വെറുതെ ആട്ടം കാണുന്നത് പോലെയും അഭിപ്രായ പ്രകടനം നടത്തുന്നത് പോലെയും ഫേഷ് എന്ന് ശബ്ദഘോഷം നടത്തുന്നത് പോലെയാണ് ആർഷഭാരത ആധ്യാത്മികതയുടെ ശുദ്ധതയെപ്പറ്റി ഭാരതീയർ തന്നെ അറിവില്ലാതെ അഭിമാനം കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ പരിഭവം വരുത്. അറിഞ്ഞിട്ട് വേണം. ഉദാത്തമായ ഭാരതീയത, വേദാന്ത ഉണ്മ എന്താണെന്ന് ഗ്രഹിക്കണം ഭാരതീയൻ. ഭാരതത്തിൽ ജനിച്ചു വളർന്ന ഒരു ഏത് മതത്തിൽ വിശ്വസിക്കുന്നതുമായിട്ട് ഭാരതീയതയുടെ അടിസ്ഥാന തത്വം, വേദാന്തത്തിൽ വെളിപ്പെടുന്ന ആത്മതത്വം എന്തെന്ന് മനസ്സിലാക്കണം. എങ്കിലേ ശുദ്ധമായ ആത്മീയതയുടെ വെളിപാടുകൾ നമുക്ക് ലഭിക്കൂ. ആത്മാവിൽ പ്രാണനെ അടിസ്ഥാനപ്പെടുത്തിയ സൃഷ്ടിപ്പാണ് ആത്മാവായ ദൈവം മനുഷ്യനെ സംബന്ധിച്ച് നടത്തിയത്. എടുത്തു പറയട്ടെ, ആത്മാവിൽ പ്രാണനെ അടിസ്ഥാനപ്പെടുത്തിയ സൃഷ്ടിപ്പാണ് ആത്മാവായ ദൈവം മനുഷ്യനെ സംബന്ധിച്ച് നടത്തിയത്. അല്ലെങ്കിൽ പ്രാണൻ ജീവനുള്ള മനുഷ്യനിൽ ആത്മതത്വം തന്നെപ്പോലെ തന്നെ നൽകിയ അവസ്ഥയിലാണ് പൂർണ്ണനായ മനുഷ്യൻ ഈ ഭൂമിയിലുള്ളത്. പഞ്ചഭൂതങ്ങളോട് ബന്ധപ്പെടുത്തി ആകൃതി നൽകപ്പെട്ട മനുഷ്യ ശരീരത്തിൽ ആത്മാവിൽ നിശ്ചയിക്കപ്പെട്ട പ്രാണനെ അടിസ്ഥാനമാക്കി ജനതിക ജീവൻ പകർന്ന് ചിന്താശക്തി, നിർമ്മാണ വൈഭവവും സർവ്വതികവുമുള്ള മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി പ്രപഞ്ചത്തിൻ്റെ അധികാരികളായി വ്യക്തിത്വം അനുവദിച്ച് ആ വ്യക്തിക്ക് സ്വയംദാനമായി തന്നെ നൽകുന്ന വ്യവസ്ഥ അവനിൽ നിജപ്പെടുത്തി, അതായത് തന്നെ ആത്മതത്വത്തെ ആത്മാവായി ഈശ്വരൻ നൽകി ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടികളുടെ മകുടമായി പൂവാസിയാക്കി തീർത്തു. അടിമകളായിട്ടല്ല, സ്വതന്ത്രനായിട്ട് മനുഷ്യൻ്റെ പ്രാണനോട് അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവനുള്ള മനുഷ്യനിൽ ആത്മതത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയത്. തന്നെപ്പോലെ ആയിട്ടാണ് സർവേശ്വരൻ തന്നിൽ തന്നെ മനുഷ്യനെ കണ്ട് സ്നേഹിച്ച് ബഹുമാനിച്ച് പ്രപഞ്ചത്തിലുള്ള സർവ്വത്തിനും മൂല്യനിശ്ചയം നടത്തുവാനുള്ള മൂല്യമുള്ളവനായി ഈശ്വരൻ മനുഷ്യനെ ഉളവാക്കിയത്. എന്നാൽ മനുഷ്യനും ഈശ്വരനുമാണെന്നുള്ള സത്യവും അവിടെ തന്നെ അതേപടി മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. പുഴുവും മനുഷ്യനുമാണ്. എന്നാൽ ഈശ്വരനെ പോലെ ആത്മരൂപം പ്രാപിച്ച് നമ്മുടെ വ്യക്തിത്വത്തോടുകൂടെ നമുക്ക് സ്വർഗീയതയിലായിരിക്കാൻ കഴിയും. രാമാനുജരുടെ വിശിഷ്ടാദ്വൈതം വളരെ വ്യക്തമായി അത് പറയുന്നുമുണ്ട്. മറ്റു തരത്തിലുള്ള ചിന്തകളൊക്കെ മനുഷ്യഭാവത്തെ താഴ്ത്തിക്കെട്ടി മനുഷ്യനെ അടിമകളാക്കുവാൻ ബുദ്ധി കൂടിയവൻ ബുദ്ധി കുറഞ്ഞവനെ ചൂഷണം ചെയ്തുകൊണ്ട് വന്ന് ഭവിച്ചതാണെന്ന് ഞാൻ കരുതുന്നു. ശങ്കരാചാര്യരുടെ അദ്വൈതവും വാസ്തവത്തിൽ രാമാനുജരുടെ വിശിഷ്ടാദ്വൈതവും തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. വ്യക്തിത്വമില്ല. ഈശ്വരരൂപം
വ്യക്തിത്വമല്ല, ഈശ്വരരൂപമാണെന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. അവിടെ അദ്വൈതം ഒന്നാണെന്ന് പറയുന്നത് തന്നെയാണ് വാസ്തവത്തിൽ. വിശിഷ്ടാദ്വൈതത്തിൽ വ്യക്തി ആത്മരൂപം പ്രാപിച്ച് രണ്ടല്ല, പിന്നെയോ രണ്ടും ഒന്നാണെന്ന് അറിയുന്നത് തന്നെയാണ് വിശിഷ്ടാദ്വൈതത്തിൻ്റെ തത്വം. അതുകൊണ്ട് അവിടെയെല്ലാം ഉള്ള തർക്കങ്ങളെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. മരിച്ചാലും നമ്മുടെ വ്യക്തിത്വം നഷ്ടമാകുന്നില്ല. ആ വ്യക്തിത്വം ആത്മരൂപമായിരിക്കുന്നതുകൊണ്ട് ഏക ആത്മാവായിത്തീരുന്നു. അപ്പോഴും വ്യക്തിത്വമുണ്ട്. ഇല്ലെങ്കിൽ അവിടെയും ഒരു മനുഷ്യന് എന്ത് വില? അവനെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ മരണാനന്തരം നമ്മൾ നമ്മളെ തന്നെ അറിയും. എന്ത് അറിയും? ഈശ്വരൻ അറിയുന്ന പോലെ എല്ലാത്തിനെയും അറിഞ്ഞ് ഈശ്വരരൂപം പ്രാപിച്ച് നമ്മൾ ആ സ്വർഗീയതയിൽ ഈശ്വരൻ എന്ന ആ മഹത്വ സത്തിൽ എപ്പോഴും ഒന്നായിരിക്കും. ഇതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. സൃഷ്ടികളെ വിലപ്പെട്ടതായി കാണുവാനുള്ള കഴിവാണ് ആത്മീയന് വേണ്ടത്. എല്ലാറ്റിനെയും സുസ്ഥിതിയിൽ നിലനിർത്തുന്നതിനുള്ള മൂല്യബോധമാണത്. കാരണം പ്രപഞ്ചപാലകരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് സർവ്വ മനുഷ്യരും. മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ മഹത്വമുള്ളവൻ തന്നെയാണ്. ഈശ്വരനെ അന്വേഷിപ്പാൻ കഴിവുള്ള ഏക സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. ഈശ്വരനെ അന്വേഷിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നും ഈശ്വരൻ്റെ പേരിലും ഈശ്വര നിഷേധത്തിൻ്റെ പേരിലും ബുദ്ധി കൂടിയവൻ ബുദ്ധി കുറഞ്ഞവനെ ചൂഷണം ചെയ്യുന്നതും അടിമയാക്കുന്നതും. തുറന്നു വിടുന്നു എന്ന് പറയുന്ന മതങ്ങളെല്ലാം തന്നെ വിശ്വാസികളെ കൂടുതൽ ബന്ധിക്കുകയാണ്. എന്തിന്? ഹിന്ദുമതം പോലും, ഹിന്ദുമതം ഇൻവെർട്ടഡ് കോമയിലാണ്, ഹിന്ദുമതം പോലും അപ്രകാരമായിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ ഭാരതീയത വേദാന്തം ഉണ്മയെ ഇപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ട് ഉണ്ട്. അത് സജീവമാകാതിരിക്കുന്നത് സ്വീകരിക്കാത്തതുകൊണ്ടാണ്. സത്യത്തിൻ്റെ അവതാരമായ യേശുക്രിസ്തുവിൻ്റെ പേരിലുള്ള മതവും സത്യത്താലുള്ള സ്വാതന്ത്ര്യത്തിലേക്കല്ല, അസത്യത്താൽ അടിമത്തത്തിലേക്കാണ് അണികളെ നയിക്കുന്നത്. അതെ, ഈ സഭാപ്രസ്ഥാനങ്ങളൊക്കെയും യഥാർത്ഥ ക്രിസ്തു സത്യം, യഥാർത്ഥ സുവിശേഷം ലോകത്തോട് പറയുന്നില്ല, മനുഷ്യരോട് പറയുന്നില്ല. ഓരോ സഭാവിഭാഗങ്ങളും അവരുടെ ആ വിഭാഗിതയെ എങ്ങനെ ഉയർത്തി കാണിക്കാമെന്നുള്ള രീതിയിൽ സുവിശേഷത്തെ ചില കഥകൾ പറഞ്ഞ് അതിൻ്റെ സത്യത്തെ മറച്ചു പിടിക്കുകയൂടെ ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. രാഷ്ട്രീയക്കാരുടെ കപടതന്ത്രങ്ങളൊക്കെയും ഈ വക മതങ്ങളിൽ ഇൻവെർട്ടഡ് കോമയാണ് നിന്ന് കടമെടുത്തതല്ലെന്ന് പറയാനാകുമോ? ഈശ്വരനെ ആത്മതത്വം അനുസരിച്ചുള്ള മതം എന്ന് പറയുന്നത് ആ അഭിപ്രായത്തെ കണ്ണിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ആത്മതത്വം എല്ലാം ആത്മാവാണ്, മനുഷ്യരിലും ഈ ആത്മാവുണ്ട്, മനുഷ്യനും ആത്മാവാണെന്ന് പറയുന്ന ആ അഭിപ്രായത്തെ, ആ മതത്തെ ഞാൻ കണ്ണിക്കുന്നില്ല. എന്നാൽ ഇതിനെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മതപ്രസ്ഥാനങ്ങളുണ്ട്. അതും ഈശ്വരനും തമ്മിൽ എന്ത് ബന്ധം? ആത്മതത്വവുമായി ഇതിനൊക്കെ എന്താണ് ബന്ധം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആചാര്യന്മാർ ചിന്തിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർ തീർത്തും പറയുന്നു, ഭക്താനുഷ്ഠാനങ്ങളിലൂടെ ഒരിക്കലും ജ്ഞാനത്തെ കണ്ടെത്തുവാനോ മോക്ഷപ്രാപ്തിക്കോ സാധ്യതയില്ല എന്ന്. മനുഷ്യന് ഈശ്വരനെ അറിയാൻ കഴിയാതെ വന്നതുകൊണ്ട് ആരെയെങ്കിലും ആരാധിക്കണം, ആരെയെങ്കിലും ആശ്രയിക്കണം. ആത്മാവിൽ ജീവിക്കേണ്ട മനുഷ്യന് അതിന് കഴിയാതെ വന്നതുകൊണ്ട് ഇതൊക്കെയും ആവശ്യമായി തീർന്നിരുന്നു. അതിലേക്ക് നയിക്കുവാൻ കാപട്യം ഉള്ളിൽ വെച്ച് ഈ ഈശ്വര വ്യക്തിത്വത്തിൻ്റെ ആളുകൾ എന്നുള്ള തരത്തിൽ അനേകരും ചമഞ്ഞു വേഷം കെട്ടി പലരെയും അടിമത്തത്തിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. ആത്മാവിനെപ്പറ്റി പൂർണ്ണമായി അറിഞ്ഞു പറയുവാൻ മാനവരാശി മുഴുവനും കൂടെ പരിശ്രമിച്ചാലും സാധ്യമല്ല. എങ്കിലും അറിവുള്ള യാഥാർത്ഥ്യം സ്വാർത്ഥത കൂടാതെ പങ്കുവെച്ചുകൂടെ? അങ്ങനെ പങ്കുവയ്പിലൂടെ പൂർണ്ണതയെ നമുക്ക് പ്രാപിച്ചുകൂടെ? നമുക്ക് സമസൃഷ്ടിയെ സ്നേഹിച്ചുകൂടെ? ഈശ്വരൻ്റെ പേരിൽ മറ്റുള്ളവരെ ബന്ധിച്ചിടാതെ അവരെ സ്വതന്ത്രരാക്കിക്കൂടെ? മതപ്രസ്ഥാനങ്ങളിലൂടെ അല്ലാതെ മോക്ഷപ്രാപ്തിയില്ലെന്ന് പറഞ്ഞ് ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുക്കിയിട്ടാതിരുന്നുകൂടെ? നമ്മെ മറ്റുള്ളവർക്ക് നിസ്വാർത്ഥമായി തിന്മയുടേതുമായ ഒരു ലാഞ്ചന പോലുമില്ലാതെ നൽകുമ്പോഴാണ് നാം ഈശ്വരൻ ജനിക്കുന്നത്, ആത്മാവിൽ പുതുക്കപ്പെടുന്നത്. ആത്മാവ് പരമമായി ഒന്നു മാത്രം, ഏകം സത്. അത് ഏകമാണ്, ഏകത്വമാണ്. പക്ഷെ മനുഷ്യൻ തർക്കവിതർക്കങ്ങളിൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി നടക്കുകയല്ലേ? അതോ എനിക്ക് അങ്ങനെ തോന്നുകയാണോ? അല്ല, ഒരിക്കലുമല്ല, മാറി നടക്കുകയാണ് അനേകരും. ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ ജനനിക ജീവൻ്റെ ആദ്യ നിമിഷത്തിൻ്റെ തുടിപ്പിൽ, അതായത് സ്ത്രീയും പുരുഷനും ഇണചേരുമ്പോൾ പുരുഷൻ പ്രത്യുൽപാദന ശേഷിയുള്ളവനും സ്ത്രീ ഗർഭധാരണത്തിന് ഒരുക്കപ്പെട്ടവളുമാണെങ്കിൽ അണ്ടബീജ സങ്കലന സമയത്ത് ഒരു മനുഷ്യ വ്യക്തി ജനനിക അവസ്ഥയിലാവുകയാണ്. ഈ സമയത്ത്
അതായത് അണ്ഡബീജ സങ്കലന സമയത്ത് പുരുഷനിൽ നിന്നും പ്രജയ്ക്ക് ആത്മാവിനെ ലഭിക്കുന്നു. രക്തം വഴിയുള്ള ആത്മദാനമെന്ന വിധത്തിൽ പുരുഷൻ്റെ ബീജത്തിൽ നിന്നും ആത്മാവിനെ ലഭിക്കുന്നു എന്ന് ആചാര്യ നരേന്ദ്രഭൂഷണനെ പോലുള്ളവർ എഴുതിയിരിക്കുന്നു. പുസ്തകം പരലോകവും പുനർജന്മവും, ആചാര്യ നരേന്ദ്രഭൂഷൺ, പേജ് 76-77. ഇവിടെ മനുഷ്യൻ്റെ വ്യക്തിത്വമാണ് ഉണ്ടാകുന്നത്. അതിൽ ദൈവം നിക്ഷേപിക്കുന്നത് പ്രകാശമാണ് മനുഷ്യൻ്റെ ആത്മാവ്. മാതാപിതാക്കളിൽ നിന്നും ജനതീയ ജീവൻ ലഭിക്കുന്നു, ആത്മാവിനെ ലഭിക്കില്ല. ആത്മാവിന് മാംസരക്തങ്ങളുമായി കലർപ്പില്ല. ആത്മാവ് മാത്രമാകുന്നു. ഋഗ്വേദം മണ്ഡലം 1 164 സൂക്തത്തിന് 4-ാം മന്ത്രം കാണുക. ഞാൻ തെറ്റായി പറയില്ല. ആധികാരികമായി ഭാരതീയതയിലുള്ള ചിന്തയെ ഞാൻ ഈ എടുത്തു പറയുന്നത്. മാംസരക്തങ്ങളുമായി അല്ലെങ്കിൽ മർത്യാവസ്ഥയുമായി ബന്ധപ്പെട്ടതല്ല. മനുഷ്യൻ എന്ന അവസ്ഥയിൽ ഈശ്വരൻ നിക്ഷേപിച്ചതാണ് ആത്മതത്വം. അതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ മനോഹരമായ താമരപ്പൂ പോലെയുള്ള വീടിൽ എരിയുന്ന പ്രകാശം, ദീപം. അതുതന്നെയാണ് ക്രൈസ്തവിക ചിന്തയിലും ദൈവത്തിൻ്റെ വിളക്കാണ് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഇത് വലിയൊരു തത്വമാണ്. ഇതിനെ മാറ്റിമറിച്ച് മനുഷ്യനെ ഗ്രഹിക്കാൻ കഴിയുന്ന സത്യമായത് സിമ്പിളായിട്ട്. പക്ഷേ ഇതിനെയെല്ലാം കൂടെ വല്ലാതെ ഒരു കാട് ചുറ്റിയതുപോലെ ആക്കി തീർത്ത് അതിൻ്റെ അകത്ത് സത്യം ഗ്രഹിക്കാത്ത വിധത്തിൽ ഇതിനെയെല്ലാം മൂടി വച്ചിരിക്കുകയാണ്. മനുഷ്യ ശരീരത്തിലെ ജീവനെ പറ്റിയായിരിക്കാം അദ്ദേഹം ജീവാത്മാവ് എന്നുള്ള കാഴ്ചപ്പാടിൽ ആത്മാവ് എന്ന് എഴുതിയിട്ടുള്ളതെന്ന് ഞാൻ കരുതുകയും അങ്ങനെ അങ്ങ് സമാശ്വസിക്കാമെന്ന് കരുതുകയുമാണ്. മനുഷ്യൻ്റെ ജീവനെപ്പറ്റി ആത്മാവ് എന്നുള്ള തെറ്റായ ബോധം അനേകർക്കുമുണ്ട്. ക്രൈസ്തവ ഇതിലുണ്ട്. ക്രൈസ്തവ ദൈവശാസ്ത്ര പഠനങ്ങളിൽ മനുഷ്യൻ്റെ ദേഹിയെ ആത്മാവാക്കി ചിത്രീകരിച്ചതാണ് സർവ്വ തകരാറുകൾക്കും കാരണമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. കാരണം ആത്മാവിന് നാശമില്ല. മോക്ഷകവചത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ ഓഡിയോ ബുക്ക് വായിച്ച് കേൾപ്പിച്ചതാണല്ലോ. അതിലിതെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ ആത്മാവിന് നാശമില്ല. എന്തുകൊണ്ടെന്നാൽ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ദ ലോർഡ്. ദേഹവും ദേഹിയുള്ള മനുഷ്യൻ അങ്ങനെ അത് എല്ലാ ജന്തുക്കൾക്കും ഉള്ളതാണ്. എന്നാൽ പ്രത്യേക വ്യക്തിത്വത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ ദൈവം നിക്ഷേപിച്ചതാണ് മനുഷ്യൻ്റെ ആത്മാവ്. അതിന് നാശമില്ല, അതിന് മാറ്റവുമില്ല, പുനർജന്മവുമില്ല, ഒന്നുമില്ല. തന്നെയുമല്ല, മനുഷ്യൻ തൻ്റെ വ്യക്തിത്വം ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിത്വം അവന് തന്നെ ഉണ്ടവിടെ. ആ വ്യക്തിത്വം മാറി മാറി ജനിക്കുകയില്ല. അങ്ങനെയാണ് ജനിച്ചിട്ട് പിന്നെ എന്താ കാര്യം ഇരിക്കുന്നത്? പിന്നെ എന്ത് ചെയ്ത് ജീവിച്ചാലും എന്താ കുഴപ്പം? അതുകൊണ്ടാണ് ഈ പുനർജന്മ സിദ്ധാന്തം ഉണ്ടാക്കിയത്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പട്ടിയോ പൂച്ചയായിട്ട് നടന്ന് ജീവിച്ചാൽ പോരെ? എന്തൊരു തെറ്റായ വ്യാഖ്യാനങ്ങളിലാണ് മനുഷ്യ ഭക്തം കെടുത്തിക്കളഞ്ഞത്. ഒരിക്കലുമല്ല, സംഭവ്യമല്ല പുനർജന്മം. ഓക്കെ, ജനതിക ജീവനിൽ ആത്മാവ് സ്പന്ദിക്കുന്ന ഏക സൃഷ്ടി മനുഷ്യനാകുന്നു. അതുകൊണ്ടാണ് ജ്ഞാനപൂർണനായ ഋഷി മനുഷ്യനെ ജീവാത്മാവ് എന്ന് വിവക്ഷിച്ചത്. അന്ധകരണത്തിനും ആത്മാവ് എന്ന് ഋഷി പറഞ്ഞു വെച്ചത് ആത്മസാക്ഷാത്കാരം പ്രാപിച്ചവരുടെ അന്ധകരണം, അതായത് വ്യക്തിത്വവും ആത്മചൈതന്യത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ള ആശയത്താലാണ്. സ്വാഭാവിക ജനതിക ജീവൻ, അതായത് മനുഷ്യ ശരീരത്തിലെ ജീവൻ ആത്മാവല്ല. മനുഷ്യ ശരീര ജീവൻ്റെ പ്രത്യേകത മനുഷ്യജീവന് വ്യക്തിത്വം എന്നുള്ള ഉന്നത ഭാവം കൂടി നൽകിയിട്ടുണ്ട് എന്നതാണ്. കാരണം ഈശ്വര വ്യക്തിത്വമായ വിരാട് പുരുഷനിൽ നിന്നാണ് മനുഷ്യരൂപം ആകൃതിയിലായത്. വിരാട് പുരുഷൻ്റെ ആകൃതിയിലുള്ള മനുഷ്യരൂപം ഉണ്ടാക്കി കാണിച്ചു എന്ന് മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി ഐതിരേയം 1 ഖണ്ഡം 2 3-ാം മന്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണുന്നുണ്ട്. പേജ് 15 ഐതിരേയം. സൃഷ്ടിപ്പിന് മുമ്പ് ക്രിസ്തുവിൽ യേശുരൂപം ഉണ്ടായിരുന്നതായി ബൈബിൾ വ്യക്തമാക്കുന്നു. ക്രിസ്തു തന്നെ വിരാട് പുരുഷനാണെന്ന് ആത്മീയ ആചാര്യന്മാർ, ഭാരതീയ ആചാര്യന്മാർ ക്രിസ്തു എന്നാൽ വിരാട് പുരുഷനെന്ന്, ബ്രഹ്മമെന്ന്, കൂടസ്ഥ ചൈതന്യം എന്ന് കരുതണമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. ഐതിരേയത്തിലെ മന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ശ്രീ നരേന്ദ്രഭൂഷണും പറയുന്നത്. പക്ഷേ ഈ ജീവൻ തന്നെയാണ് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആ സംശയം അദ്ദേഹത്തിനുണ്ടെങ്കിൽ ക്രൈസ്തവിക ദൈവശാസ്ത്രത്തിൽ പലരും ദേഹിയെ ആത്മാവായി ചിത്രീകരിച്ചുകൊണ്ട് യഥാർത്ഥ ആത്മാവ് നാശമില്ലാത്ത ആത്മാവിന് നാശമുണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി മനുഷ്യനെ അടിമകളാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ജീവൻ തന്നെയാണ് മനുഷ്യൻ്റെ ആത്മാവെന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് എടുത്തു പറയട്ടെ. ജീവാത്മാവ് പരമാത്മാവ് അല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്തു. പക്ഷേ പുസ്തകം വായിക്കുമ്പോൾ ഈ വിഷയത്തെ, ആത്മാവ് അതിനെ സംബന്ധിച്ച് വ്യക്തത ലഭിക്കുന്നില്ലെന്ന് പറയുമ്പോഴും
അദ്ദേഹത്തെ നേരിട്ടറിയില്ലെങ്കിലും ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. യാതൊരു തർക്കത്തിലും ഞാൻ ഒരുക്കമല്ല. അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. എനിക്കതെല്ലാം ബോധ്യപ്പെടാൻ കഴിയില്ലെന്ന് ഞാനും പറയുന്നു. അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അത്രമാത്രം. പല പ്രാവശ്യം പറഞ്ഞു വന്ന ഒരു കാര്യം വീണ്ടും എഴുതുകയാണ്. ആവർത്തനം വിഷയസംബന്ധമായി അത്യാവശ്യമായതുകൊണ്ടാണ് ഡിഡാക്റ്റിക് അധ്യാപന രീതിയിൽ എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിൽ ആവർത്തനം ഇടയ്ക്ക് വരുന്നത്. അതാരെയും മുഷിപ്പിക്കേണ്ടതില്ല, കൂടുതൽ ഉള്ളിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ വിഷയം പലപ്പോഴും ധ്യാന മനനങ്ങളിലൂടെ മനസ്സിലാക്കി അല്ലാതെ ഒരു വായനയുടെ കേൾവിയിലൂടെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ആവർത്തിച്ച് ഇത് കേൾക്കുകയും വായിക്കുകയും ചെയ്യണം. പയ്യന്നൂരുണ്ടായിരുന്ന ഒരു മാഷെ ഞാൻ പ്രത്യേകം ഇപ്പോൾ ഓർക്കുകയാണ്. റിട്ടയർഡായിരുന്ന ആ അധ്യാപകൻ ഈ പുസ്തകം എല്ലാ ദിവസവും ഏകംസത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു എന്നോട് പലപ്പോഴും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി അനുഭവങ്ങൾ, സന്തോഷങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ ലഭിക്കാനിടയായെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചിട്ട് ആരും എടുക്കാറുമില്ല. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പയ്യന്നൂർ മാഷ് എന്നാണ് ഞാൻ വിളിക്കുന്നത്, എൻ്റെ ഉള്ളിലും അദ്ദേഹത്തെയും. പല പ്രാവശ്യം പറഞ്ഞു പോകുന്ന ഒരു കാര്യം വീണ്ടും എഴുതുകയാണ്. ആവർത്തനം അത് ഞാൻ വായിച്ചു കഴിഞ്ഞു. ഒന്നാമത്, ശരീരത്തിൻ്റെ ജീവനല്ല, അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്നതല്ല ആത്മാവെന്ന് നമ്മൾ മനസ്സിലാക്കണം, ഉറപ്പിച്ച് മനസ്സിലാക്കണം. വ്യക്തി എന്ന് പറഞ്ഞാൽ സോൾ അഥവാ സെൽഫ്, അത് ആത്മാവല്ല. സ്പിരിറ്റ്, ന്യൂമ അല്ല, വ്യക്തിയല്ല, ട്രൂത്ത് അല്ല. അത് മനുഷ്യ വ്യക്തിത്വമാണ് ശരീരത്തിൻ്റെ ജീവൻ. വ്യക്തി ആത്മാവിൽ പരമാത്മ ചൈതന്യത്താൽ നിറഞ്ഞ് ജ്ഞാനപൂർണതയിൽ ആത്മസാക്ഷാത്കാരത്തിലായാൽ ആ മനുഷ്യൻ്റെ പ്രാണൻ വ്യക്തിത്വം ബ്രഹ്മരൂപത്തിന് അനുസരണമായിത്തീരും, ഏക ആത്മാവായിത്തീരും. അതുകൊണ്ടാണ് പ്രാണനെ ബ്രഹ്മം എന്ന് ജ്ഞാനികൾ അപ്രകാരമായി തീർന്നപ്പോൾ ഋഷികൾ വിശേഷിപ്പിച്ചത്. വ്യക്തി ബ്രഹ്മാനുഭവത്താൽ ആത്മസാക്ഷാത്കാര നിർവൃതിയിൽ പറഞ്ഞു, ഞാൻ പ്രാണനല്ല, പഞ്ചപ്രാണങ്ങളുമല്ല, ഞാൻ ആത്മാവാണ്. ആ ഞാനെന്ന് പറയുന്നത് അവിടെ ഇല്ല, പിന്നെ ആത്മാവാണെന്നുള്ളതാണ്. സ്ത്രീ പുരുഷ മൈഥുന സമയത്ത് പുരുഷനിൽ നിന്ന് രേതസ് വിസർജിക്കപ്പെടുമ്പോൾ ലക്ഷക്കണക്കിന് വീജാണുക്കൾ ഒരളവിലുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. അതിലേതെങ്കിലും ഒരു അണു മാത്രമാണ് സ്ത്രീയുടെ അണ്ഡവുമായി സംയോജിക്കുന്നത്. അങ്ങനെ ഈ സങ്കലനത്തിൽ പൂർണ്ണാവസ്ഥയിലായിത്തീരുന്ന മനുഷ്യൻ സൃഷ്ടിയിലെ ക്രമമനുസരിച്ച് ഗർഭകാല പൂർണ്ണതയിൽ സ്ത്രീയിൽ നിന്നും മനുഷ്യക്കുഞ്ഞായി ഭൂമിയിൽ പിറക്കുന്നു. വിസർജന സമയത്ത് ലക്ഷക്കണക്കിന് വീജാണുക്കൾ ഉള്ളതിനാൽ അവയിലെല്ലാം ഈ പറയുന്ന ആത്മാക്കൾ ഉണ്ടാകുമെന്നോ? അങ്ങനെയെങ്കിൽ അവയെല്ലാം ഒന്നൊഴികെ ബാക്കിയെല്ലാം നഷ്ടപ്പെടുമെന്നോ? തീർച്ചയായും അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ തെറ്റാണ്. മനുഷ്യക്കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന നിമിഷം തന്നെ അത് നെറുകയിലൂടെ വേദാന്തമനുസരിച്ച് ഐതിഹാരണ്യത്തിൽ പറയുന്നു, ജീവനുള്ളവനെ ആ അവസ്ഥയിലേക്ക് ദൈവം നിക്ഷേപിക്കുന്നതാണ് ആ മനുഷ്യൻ്റെ ആത്മാവ്. അതുതന്നെ ബൈബിളിൽ സഭാപ്രസംഗി 12:5 പറയുന്നു, ഗർഭിണിയുടെ ഉദരത്തിൽ. അപ്പോൾ ഗർഭിണിയാണെങ്കിൽ കുഞ്ഞവിടെ ആയിക്കഴിഞ്ഞു. അവിടെ ഗർഭിണിയുടെ ഉദരത്തിൽ ആത്മാവ്, സ്പിരിറ്റ് കിടക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്ത പോലെ, അത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. വിസ്മയകരമായ ദൈവിക വ്യവസ്ഥയിൽപ്പെട്ട ദൈവികമായ ഒരു പ്രത്യേക അനുഭവമാണത്. അതൊരു സത്യവുമാണ്. ഏതായാലും മനുഷ്യ ശരീരത്തിലെ ജീവനെയാണ് ശ്രീ നരേന്ദ്രഭൂഷൺ മറ്റനേകരെയും പോലെ ജീവാത്മാവ് എന്നും ആത്മാവെന്നും പറയുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ തീർച്ചയായിട്ടും തോന്നുന്നു. ഈശ്വരൻ്റെ പ്രതിരൂപമായ, ഇല്ലെങ്കിൽ ഈശ്വരൻ്റെ അംശമെന്ന ഒരു വിവക്ഷ ആചാര്യ നരേന്ദ്രഭൂഷൺ ജീവാത്മാവിന് നൽകുന്നുണ്ട്. അപ്പോൾ ജീവാത്മാക്കൾ ഒന്നൊഴികെ എല്ലാം നഷ്ടപ്പെടുമെന്നോ? രേതസ്സിലെ അണുക്കൾ ജീവാത്മാക്കൾ ആണെന്നാണല്ലോ ശ്രീ നരേന്ദ്രഭൂഷൺ പറയുന്നത്. ഇതേപ്പറ്റി ഈ പുസ്തകത്തിന് 62-ാം പേജിലും മറ്റും ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പരലോകവും പുനർജന്മത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. തൻ്റെ മേലെ ജീവൻ മാത്രമാണ് മനുഷ്യനിലെ ആത്മാവ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നതെന്ന് തോന്നുന്നു. അത് നമുക്ക് ആ വായനയിൽ അപ്രകാരം സൂക്ഷിച്ചാൽ വീക്ഷിച്ചെടുക്കാനും കഴിയും. പാപപുണ്യങ്ങളനുസരിച്ചാണ് ആത്മാവിൻ്റെ പുനർജന്മമെന്ന് പറയുന്നു. നോക്കുക, ആത്മാവിന് പാപപുണ്യങ്ങളില്ല. അത് വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യം മാത്രമാണെന്ന് യഥാർത്ഥ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീയുടെ അണ്ഡവുമായി പുരുഷ ബീജാണു സംയോജിക്കുന്ന സമയത്താണ് ബീജസങ്കലനം, ഒരു മനുഷ്യപ്രജയുടെ ആരംഭം. ഫലപുഷ്ടിയില്ലാത്ത ഒരണ്ടത്തിൽ രക്തരേഖയില്ലെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. ഫലപുഷ്ടിയുള്ള അണ്ടത്തിൽ ഒരു രക്തവർണ്ണരേഖയുണ്ട്. ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ്
ചലനാത്മകതയിലായിരിക്കുന്നുവെന്ന് ശാസ്ത്രവും പറയുന്നു. രക്തത്തിൻ്റെ വർണ്ണരേഖ സ്ത്രീയുടെ അണ്ഡവുമായി പുരുഷൻ്റെ ബീജാണു സംയോജിച്ചതിനാൽ ഉണ്ടായതാണ്. അപ്രകാരമുണ്ടാകുന്ന മനുഷ്യഭ്രൂണത്തിൽ അദൃശ്യനായ ഈശ്വരൻ അത്ഭുതകരമായി തന്നെ ആത്മാവിനെ ദാനമായി നൽകുന്നു. മനുഷ്യപ്രജയിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. കാറ്റ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ഇന്നും എന്നും ഇത് ദുരൂഹതയിൽ നിലനിൽക്കുകയാണ്. എന്നാൽ ആത്മാവിൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നു. ശരീരത്തിനോ രക്തത്തിനോ മാംസത്തിനോ ആത്മാവുമായി പങ്കില്ല. രക്തത്തിനോ മാംസത്തിനോ ആത്മാവുമായി പങ്ക് ഇല്ല, ഒന്നുമില്ല എന്ന് വളരെ വ്യക്തമായി ഋഗ്വേദം 164 സൂക്തത്തിൻ്റെ 4 മന്ത്രത്തിൽ ഉള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. പ്രാണനും ആത്മാവും ശരീരത്തിൽ കടന്നതിനെപ്പറ്റി ഐതിഹ്യം 1:3-12 വ്യാഖ്യാനവുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിച്ച് ഓർമ്മിക്കുക. പ്രാണൻ അതായത് ശരീരജീവൻ പാദങ്ങളിലൂടെ കടന്നു, അല്ലെങ്കിൽ അങ്കുഷ്ടങ്ങളിലൂടെ കടന്നു എന്ന് പറഞ്ഞാൽ അങ്കുഷ്ടം കൈയിൽ തള്ളവിരലുണ്ട്, കാലിനും തള്ളവിരലുണ്ട്. അത് മനുഷ്യ ശരീരത്തെ മൊത്തമായി ഒന്ന് സൂചിപ്പിക്കുന്നതാണെന്ന്. അങ്ങനെ അവിടെ പ്രാണൻ കടന്നു, മനുഷ്യ ശരീരത്തിന് ജീവൻ ലഭിച്ചതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. പ്രാണൻ ശരീരജീവൻ പാദങ്ങളിലൂടെ കടന്നെന്നും ആത്മാവ് ബ്രഹ്മരന്ധ്രങ്ങളിലൂടെ പ്രവേശിച്ചെന്നും പറയുന്നതിൻ്റെ ആത്മീയാശയം എന്തെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. പ്രവേശനം 2 വഴിയിലൂടെ എന്ന് പറയുമ്പോൾ ദ്വൈതമുണ്ട്. ദേഹി സംഘാതത്തിൽ ആത്മാവുള്ളവനാണ് മനുഷ്യൻ. ഇവ മൂന്നും പരസ്പര പൂരകമായിരിക്കുന്നെങ്കിൽ ആ വ്യക്തി ആണ് ജീവാത്മാവ്. പുരുഷനെ കൂടാതെ ശിശുവിന് ജീവന് കാരണമായ രക്തം അണ്ഡത്തിൽ ബന്ധം കാണപ്പെടുകയില്ല. ശാസ്ത്രവും തെളിവ് നൽകുന്നു. അണ്ഡബീജ സങ്കലന സമയത്ത് ജനതിക ജീവനാണ് മാതാപിതാക്കളിൽ നിന്നും പ്രജനന പ്രക്രിയ ലഭിക്കുന്നത്. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ്. ആത്മാവിന് മാംസരക്തങ്ങളുമായി രക്തങ്ങളുമായി കലർപ്പില്ല, ബന്ധമില്ല. ഋഗ്വേദം മണ്ഡലം 1 164 4 മന്ത്രം കാണുക. അണ്ഡബീജ സങ്കലന സമയത്ത് ജനതിക ജീവനാണ് മാതാപിതാക്കളിൽ നിന്നും പ്രജനന പ്രക്രിയയിൽ ലഭിക്കുന്നത് എന്ന വലിയ സത്യം നാം മറക്കരുത്. ശരീരത്തിൻ്റെ ജീവനും മാതാപിതാക്കളുടെ സ്വഭാവ രീതികളോട് ബന്ധപ്പെട്ട സ്വഭാവവിശേഷങ്ങളും ഇങ്ങനെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞിന് ലഭിക്കുന്നു. എന്നാൽ ആത്മാവിനെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുകയില്ല. ആത്മതത്വം ഏകമാണ്. ആ ഏകത്വത്തിൽ നിന്ന് നമ്മളിൽ ദൈവം സ്നേഹത്താൽ നിക്ഷേപിക്കുന്നതാണ് നമ്മുടെ ആത്മാവ്. ആ പ്രകാശത്തിന് മാറ്റമില്ല, അതൊന്നു തന്നെയാണ്. ആവർത്തിക്കുന്നു, മനസ്സിലാക്കുക. അപ്പോഴേ നമ്മൾ ആത്മതത്വത്തെ ആത്മാവ് എന്തെന്ന് മനസ്സിലാക്കുകയുള്ളൂ. ശരീരത്തിൻ്റെ ജീവനല്ല ആത്മാവിൻ്റെ ജീവൻ. ആവർത്തിക്കുന്നതിൽ ഉദ്ദേശ്യമുണ്ട്. ആത്മാവിൻ്റെ ജീവൻ നിത്യമാണ്, ആരംഭവും അവസാനവുമില്ല. നിത്യജീവൻ്റെ ഉടമയായ പരമാത്മാവ് ഒരു മനുഷ്യപ്രജയ്ക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ നൽകുന്ന നിത്യജീവൻ്റെ തുടിപ്പാണ്, ചൈതന്യമാണ് മനുഷ്യൻ്റെ ആത്മാവ്. അത് ദൈവസ്നേഹത്തിൻ്റെ പേരിൽ ദൈവം നമ്മിൽ പതിച്ചുറപ്പിക്കുന്നതാണ്. അത് ദൈവസ്നേഹത്തിൻ്റെ മുദ്രയുമാണ്. മനുഷ്യജന്മത്തിന് മാത്രമാണ് മുക്തി അഥവാ മോക്ഷപ്രാപ്തി എന്ന് ജ്ഞാനികൾ ഋഷികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അനുഭവസ്ഥരായ ഋഷിമാർ തങ്ങളെപ്പറ്റി പറഞ്ഞത് യാതൊന്നും അനുഭവമാകാത്ത വെറും മനുഷ്യൻ പറഞ്ഞാൽ ശരിയാകുമോ? മനുഷ്യനിൽ ആത്മാവിനെ ലഭിക്കുന്നത് സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ഇച്ഛയാലല്ല, അത് ദൈവിക ദാനമാണ്. ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടതല്ല, സൃഷ്ടിക്കപ്പെടുകയുമില്ല, വിഭജിക്കപ്പെടുകയുമില്ല. മനുഷ്യനിലെ ആത്മാവ് പരമാത്മാവിൻ്റെ പ്രതിപാദനമാണ്, ദൈവദാനമാണ്, സ്വയം ദാനം തന്നെ. ഈ ചൈതന്യം ഈ ഗർഭിണിയുടെ ഉദരത്തിൽ കടക്കുന്നത്, അതായത് ഈ നിത്യപ്രകാശം ഗർഭിണിയുടെ ഉദരത്തിൽ കടക്കുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രീയമായ മനുഷ്യബുദ്ധി കൊണ്ടോ മനസ്സിലാക്കാൻ കഴിയില്ല. മൃഗങ്ങൾക്കും മറ്റ് ജീവികൾക്കും ദേഹവും അതാതുകളുടേതായ മനസ്സും ബുദ്ധിയും അടങ്ങുന്ന ജീവൻ്റെ ക്രമീകരണങ്ങളും ജന്മവാസനകളുമാണ് ഉള്ളത്. അതിൽ ആത്മാവില്ല. ഉണ്ടെങ്കിൽ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നവരുടെ വ്യാഖ്യാനപ്രകാരം അവയ്ക്കും ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകണം. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് ഏകമാണ്. മനുഷ്യന് മാത്രമാണ് മുക്തിയെന്ന് സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളവർ തീർത്തും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതിനെയും നമ്മൾ മറക്കാതെ ഇവിടെ ഓർമ്മിക്കുക. ഇപ്പോൾ ഇതല്പം ദീർഘിച്ചു പോയിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒന്നിപ്പിച്ച് വായിച്ച് നിർത്തുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ദീർഘിപ്പിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ യൂട്യൂബിൽ നിന്ന് കേൾക്കാനുള്ള സംവിധാനമുണ്ടല്ലോ. അങ്ങനെയുള്ളവരാണല്ലോ ഇത് കേൾക്കുന്നതും. അതുകൊണ്ട്
അടുത്ത വായനയിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ ഇതിവിടെ ചുരുക്കുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി.